ഒരു പ്ലാനുമില്ല. എന്ത് പ്ലാനാണ് ഇവർക്കുള്ളത്? എന്തേലും ചർച്ച അവിടെ നടന്നോ? പ്രധാനപ്പെട്ട ആളുകൾ വല്ലതും ചർച്ചയിൽ പങ്കെടുത്തോ? തന്നെയുമല്ല, ശബരിമല മാസ്റ്റർ പ്ലാൻ കഴിഞ്ഞ 9.5 വർഷമായി നടപ്പാക്കാൻ കഴിയാത്ത ആളുകളാണ് ഇപ്പോൾ ഞങ്ങൾ ഇനിയും ഈ പ്ലാനുകളും പദ്ധതികളും തയ്യാറാക്കുമെന്ന് പറയുന്നത്. ഈ പ്ലാനും പദ്ധതിയും തയ്യാറാക്കി അവർക്ക് നടപ്പാക്കാനുള്ള എവിടെയാണ് സമയം? അപ്പൊ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാനാണ് ഈ കോൺക്ലേവുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കോൺക്ലേവിൽ ഒന്നല്ല, എത്ര കോൺക്ലേവ് ഇപ്പോൾ നടക്കുന്നത്? പണം ധൂർത്തടിക്കുകയാണ്. ഖജനാവിലെ പണം ധൂർത്തടിച്ചുകൊണ്ട് കോൺക്ലേവുകൾ നടത്തുകയാണ് കേരളം മുഴുവൻ. വിവിധ കോൺക്ലേവുകൾ. ഈ കോൺക്ലേവ് കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാവാൻ പോകുന്നത്? ഈ കോൺക്ലേവിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ ഇനി ഈ ഗവൺമെന്റ് സമയമുണ്ടോ? അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാപട്യം നിറഞ്ഞ പരിപാടിയാണ് ഇപ്പോൾ ഇവർ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ സുരേഷ് ഗോപിയാണ് ഇത് ആവശ്യപ്പെട്ടത്. ആലപ്പുഴയിൽ 3 or 4 സ്ഥലങ്ങളിൽ സർക്കാർ ഭൂമി തന്നെയുണ്ട്. എന്റെ മണ്ഡലമായ ഹരിപ്പാട് മെഡിക്കൽ കോളേജിന്റെ അടുത്ത് 25 ഏക്കർ സ്ഥലം കിടപ്പുണ്ട്. വേണ്ടി വന്നാലും 25 ഏക്കർ സ്ഥലം കൂടെ കിട്ടും. ആലപ്പുഴ ഗ്ലാസ് ഫാക്ടറിക്ക് അടുത്ത് അല്ലേ സ്ഥലമുണ്ട്. അമ്പലപ്പുഴയിൽ എന്ത് വനമാണ്? സ്മൃതിവനം, അവിടെ സ്ഥലമുണ്ട്. അപ്പൊ ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ ഗവൺമെന്റ് വക സ്ഥലം തന്നെ കിടപ്പുണ്ട്. വാസ്തവത്തിൽ മെഡിക്കൽ സൗകര്യങ്ങൾ ഏറ്റവും കുറവുള്ള ആലപ്പുഴയിലാണ് ഒരു എയിംസ് സ്ഥാപിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. ഇവിടെ സ്വകാര്യ ആശുപത്രികൾ പോലും നല്ല ആശുപത്രികളില്ല. ജനങ്ങൾ ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്നത് ആലപ്പുഴക്കാരാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് ഏറ്റവും കൂടുതൽ പ്രയാസം ജനങ്ങൾ അനുഭവിക്കുന്നത്. ഒരു സൗകര്യമില്ലാത്ത, പിന്നെ അവിടെ ഗവൺമെന്റിനും താല്പര്യം ആളുകളെ അവിടെ ജോലിക്ക് വെക്കുക എന്നുള്ളതല്ലാതെ ഈ ഗവൺമെന്റിന് വേറെ ഒരു താല്പര്യവും ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നോക്കാമോ? അല്ല, കേന്ദ്രമന്ത്രി സമരം ചെയ്യണ്ടല്ലോ. കേന്ദ്രമന്ത്രി നടപ്പാക്കുന്ന ആളല്ലേ, നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ലേ വേണ്ട. അല്ല, ഞങ്ങൾ ആവശ്യപ്പെടും. ഞങ്ങളുടെ MP KC വേണുഗോപാലും MLA എന്നുള്ള നിലയിൽ ഞാനും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ആവശ്യപ്പെടും. അല്ല, അത് നമുക്ക് ചർച്ച ചെയ്യാൻ ഞാൻ അദ്ദേഹത്തിന് കത്ത് കൊടുത്തിട്ടുമുണ്ട് ഇത് സംബന്ധിച്ച്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അപേക്ഷകളിലൊക്കെ പരാതികൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ കൃത്രിമങ്ങൾ പലയിടത്ത് കാട്ടിയിട്ടുണ്ട്. വാർഡ് വിഭജനത്തിൽ അപാകത ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം വ്യവസ്ഥാപിതമായ നിലയിൽ തന്നെ ഞങ്ങൾ പരാതികൾ കൊടുത്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്ന നടപടി എന്താണെന്ന് നോക്കട്ടെ.